ഡ്രീംലാൻഡ് കാട്ടിൽ കാലാവസ്ഥ നല്ല രസമായിരുന്നു. ഇന്ന് വെയിലുണ്ടായിരുന്നില്ല, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ആഹാ, ഇന്ന് നല്ല കാലാവസ്ഥയെന്ന്. 50 ഡിഗ്രി വെയില് കൊണ്ടിട്ടിരിക്കുന്ന സമയം. ഇങ്ങനെ ഒരു കാലാവസ്ഥ ഒരു ആശ്വാസം തന്നെയാ. എല്ലാ പക്ഷികളും സന്തുഷ്ടരായിരുന്ന സമയം സോനു കാക്കയ്ക്ക് മാത്രം നല്ല വിഷമമുണ്ടായിരുന്നു. ഇടതൂർന്ന മേഘങ്ങളും കാറ്റുമെല്ലാം ഉണ്ട്. അപ്പൊ ഇനി മഴക്കാലം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതും ആലോചിച്ച് ടീനുക്കിളിയുടെ അടുത്തേക്ക് പോയി. അല്ല ടീനു പക്ഷി, ഇന്ന് നിന്റെ വീട്ടിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഇനി എനിക്ക് കഴിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാക്കച്ചേട്ട ക്ഷമിക്കണേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പിള്ളേർക്കുള്ള ഭക്ഷണം മാത്രമേ കൊണ്ടുവരാറുള്ളൂ. അത് കഴിച്ച് ഞങ്ങൾ ഉറങ്ങും. അതിനർത്ഥം ഇന്ന് നിനക്ക് കഴിക്കാൻ പറ്റുന്ന അത്രമാത്രം ഭക്ഷണം നീ കണ്ടെത്തി കൊണ്ടുവരുന്നേ ഉള്ളൂ. നാളത്തെ ഭക്ഷണത്തെ കുറിച്ച് നീ ചിന്തിക്കുന്നേ ഇല്ല. എന്താ സോനു, എന്തിനാ എന്റെ ഭാര്യ എങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നേ? നാളത്തെ നാളെ നോക്കിയാ പോരെ? അത് ഇന്നേ ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ ഉറക്കം വരില്ല. വരൂ ഡാർലിംഗ്, കിടന്നുറങ്ങാം. സോനു കാക്ക ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. ചിങ്കി മൈനയുടെ അടുത്തേക്ക് പോയി. ജിങ്കി മൈനെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നിന്റെ എന്തെങ്കിലും ഭക്ഷണം ഇരിപ്പുണ്ടോ? കാക്കച്ചേട്ടാ, കുറച്ചു നേരം മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ആഹാരമൊക്കെ തീർന്നു പോയല്ലോ. ഇത് കേട്ട് കാക്ക അവിടുന്ന് പറന്നുപോയി. അങ്ങനെ ഒരുപാട് വീട്ടിൽ പറന്നുപോയി. അവിടെ ഒന്നും ഒരാൾക്ക് പോലും നാളത്തെ കാര്യത്തിന് ഒരു ചിന്തയുമില്ല. വയ്യാണ്ടായി തടാകത്തിന്റെ അടുത്തവൻ പോയിരുന്നു. എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി. കാട്ടിൽ ഉടൻ തന്നെ മഴ പെയ്യും. അപ്പോൾ പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്ത് കഴിക്കും? ആരും നാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അയ്യോ, ഈ മഴക്കാലത്ത് ഈ കാട്ടിലുള്ള പകുതി പേരും പട്ടിണി മൂലം മരിക്കും. ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്ത് ചെയ്യാനാ? അവന്റെ തലയിൽ ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണിക്കൂറോളം ആ ചിന്തയിൽ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ അവന്റെ മുമ്പിൽ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. സോനു കാക്കേ, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അയ്യോ, അങ്ങ് ദേവിയല്ലേ? പ്രണാമം ദേവി. നിന്റെ മനസ്സിലെ വിഷമം അങ്ങ് അറ്റമായിരുന്നു. അങ്ങ് ആകാശത്തിരിക്കുന്ന ഞാൻ പോലും ഓടി നിന്റെ അടുത്തേക്ക് വന്നത് അതുകൊണ്ടല്ലേ? പറയ്, നിന്റെ മനസ്സിലെ വിഷമം എന്താണ്? അല്ലയോ ദേവി, എൻ്റെ കാട്ടിലുള്ള എല്ലാ പക്ഷികളും സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മഴക്കാലം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനെപ്പറ്റി അവർക്കൊരു ആവലാതിയുമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശം വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവരൊക്കെ എവിടുന്ന് ഭക്ഷണം തേടാനാണ്? അവരെങ്ങനെ ജീവിക്കും? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ വളരെ വിഷമമുള്ളത്. ഇത് കേട്ട് ദേവി ഒന്ന് ആലോചിച്ച് പറഞ്ഞു, നീ ഇവിടുന്ന് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ വീടിന്റെ അവിടെയായി ഒരു കാലി കൊട്ട കാണും. ഒരു കാലിക്കൊട്ടയോ? അതുകൊണ്ട് എൻ്റെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും? അപ്പൊ ദേവി കാക്കയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് അപ്രത്യക്ഷമായി. സോനു കാക്ക ഭക്ഷണത്തിനായിട്ട് തിരഞ്ഞുപോയി. ഒരുപാട് അന്വേഷിച്ചപ്പോ ഒരു പേരയ്ക്ക മരം അവൻ കണ്ടു. ഭാഗ്യം, ഒരു മരം കണ്ടു. പേരയ്ക്ക മരത്തിൽ നിന്നും പേരയ്ക്ക കഴിച്ചു. എന്നിട്ട് അതിൽ നിന്നും ഒരു ഇല പറിച്ചുകൊണ്ട് പോയി. അവൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയം എല്ലാ പക്ഷികളും അവനെ ഒരുമാതിരി നോക്കുകയായിരുന്നു. ഈ സോനു പക്ഷിക്ക് എന്താ വട്ടായോ? കഴിക്കാനായിട്ട് ഇലയൊക്കെ കൊണ്ടുപോകുന്നു. സോനു കാക്ക അവന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ ഒരു കാലി കൊട്ടയിരിക്കുന്നതായി കണ്ടു. ആ കൊട്ടയുടെ അകത്ത് പറിച്ചോണ്ട് വന്ന ഇലയിട്ടു. ഇതൊക്കെ കണ്ട് പക്ഷികൾ ഞെട്ടിപ്പോയി. സോനു കാക്ക എന്നത്തെയും പോലെ തന്നെ ഇല പോയി പറിച്ചോണ്ട് വന്ന് ആ കൊട്ടയിൽ ഇടുമായിരുന്നു. സോനു പക്ഷി, എനിക്ക് തോന്നുന്നത് നീ കുറഞ്ഞത് 20 ഇലയെങ്കിലും ഈ കൊട്ടയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാ. പക്ഷേ നീ എന്തിനാ ഇലകൾ കൊട്ടയിൽ ശേഖരിക്കുന്നത്? എല്ലാ പക്ഷികളും ശ്രദ്ധയോടെ കേൾക്ക്. ഈ കൊട്ട നിറയ്ക്കുക എന്നത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഇന്നു മുതൽ നിങ്ങൾ ഏത് പഴം കഴിച്ചാലും ആ മരത്തിൽ നിന്ന് ഒരു ഇലയെങ്കിലും ഈ കൊട്ടയിൽ കൊണ്ടുവന്നിടണം. എനിക്ക് നിങ്ങളെക്കാളും പ്രായമുള്ളതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യേണ്ടി വരും. അതെ, നിനക്ക് പ്രായമുണ്ട്, അതുപോലെ വട്ടമുണ്ട്. എന്തൊക്കെയായാലും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. അതിനുശേഷം എല്ലാ പക്ഷികളും
ആഹാരം കഴിക്കുന്ന എവിടെന്നാണോ ആ മരത്തിൽ നിന്നുള്ള ഇല കൊണ്ടേയിടുമായിരുന്നു. സഹോദരങ്ങളെ, മഴ വളരെ ശക്തമാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് മറ്റ് കാടുകളിൽ പോയി ഭക്ഷണം തേടാനാവില്ല. മണ്ണിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം മറക്കേണ്ടി വരും. നീ പറഞ്ഞത് ശരിയാണ്. മഴ കുറയാണ്ട് ഇനി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എല്ലാ പക്ഷികൾക്കും ടെൻഷനായിരുന്നു. അവര് മഴ നിൽക്കാനായി കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ മഴ കുറയുന്നില്ല. എല്ലാ പക്ഷികൾക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. സോനു കാക്കയും അങ്ങനെ അവിടെ വന്ന് ഇരിപ്പായി. പറയൂ, നിങ്ങൾ എന്തിനെക്കുറിച്ച് ആലോചിച്ചാ വിഷമിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാ സോനുപ്രാവേ. ഞങ്ങൾ ഇന്നത്തെ കാര്യമില്ലാതെ നാളെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ഒപ്പം ഭക്ഷണം സൂക്ഷിച്ചിട്ടുമില്ല. ഇപ്പം മഴ വന്നപ്പോൾ ഞാനും എൻ്റെ മക്കളൊക്കെ പട്ടിണിയാണ്. അന്ന് ഞങ്ങൾ നീ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരുടെ അടുത്ത് ഭക്ഷണം ഉണ്ടാവുമായിരുന്നു. എനിക്കറിയായിരുന്നു സമയമാവുമ്പോൾ നിങ്ങൾ എല്ലാവരും ഖേദിക്കുമെന്ന്. എന്നാൽ നിങ്ങളിപ്പോൾ വളരെ വൈകി. ഇനി പട്ടിണി കിടന്ന് മരിക്കാന്നല്ലാതെ വേറൊരു വഴിയില്ല. കാക്കച്ചേട്ടാ, മഴയൊന്ന് നിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ എന്തായാലും ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? എങ്കിൽ ഞാനൊരു കാര്യം കാണിക്കാം. ഞാൻ എന്തിനാണ് എന്നും ഇലകളൊക്കെ കൊട്ടയിലിട്ടത് എന്നത്. എല്ലാ പക്ഷികളെയും കൊണ്ട് സോനു കാക്ക അവന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ചെന്ന് എല്ലാവരും നോക്കുമ്പോ എല്ലാവരുടെ കണ്ണു പുറത്തേക്ക് വരുന്ന രീതിയിൽ ഞെട്ടുന്ന കാഴ്ചയായിരുന്നു അവര് കണ്ടത്. ഇത്രയും നാളും എല്ലാവരും കൊണ്ടേ ഇലയിട്ടിരുന്ന കൊട്ടയ്ക്കകത്ത് എങ്ങനെയാണോ ഇത്രയും നിറച്ച് ഫലങ്ങൾ വന്നതെന്ന്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ ഇങ്ങനെ മാറി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അന്നത്തെ ആ ദിവസം മഴക്കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും ആശങ്കയില്ലെന്ന് ഞാൻ കണ്ടെത്തിയപ്പോൾ അതിന്റെ വിഷമത്തിൽ ഞാൻ കുറേ സമയം കുളത്തിന്റെ കരയിലിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ആ ദേവിയാണ് എനിക്ക് ഈ കൊട്ട തന്നത്. ഇന്നു തൊട്ട് നീ കഴിക്കുന്ന ഫലത്തിന്റെ മരത്തിൽ നിന്നും ഒരു ഇല പറിച്ചുകൊണ്ട് ആ കൊട്ടയിൽ ഇടണം. അത് നീ എന്നും ചെയ്യേണ്ടതാണ്. മഴക്കാലം തുടങ്ങുമ്പോ ആ കൊട്ടയിൽ ഇത്തിരി മഴ പെയ്താൽ ഒരു ഇലയ്ക്ക് പകരമായി ആ ഇലയിൽ ഉണ്ടാവുന്ന ഏത് ഫലമാണോ ആ ഫലം അവിടെ 10 ഇരട്ടിയായി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന മരത്തിലെ ഇലകളെല്ലാം ഈ കൊട്ടയിലേക്ക് കൊണ്ടുവന്നിടും. പിന്നെ നിങ്ങളും എൻ്റെ അഭ്യർത്ഥന പ്രകാരം ഓരോ ഇലകൾ കൊണ്ടുവന്നിടാൻ തുടങ്ങിയില്ലേ? അതിന് പകരമായി മഴക്കാലം തുടങ്ങിയപ്പോൾ അതെല്ലാം പഴങ്ങളായി മാറി. ഇത് കൊള്ളാം. ഇനി നമ്മൾ വിശന്നിരിക്കേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. അതെ, എന്നാൽ അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും കഠിനാധ്വാനം ചെയ്ത് ഭക്ഷണം ശേഖരിക്കണം. ഈ മഴക്കാലം കഴിയുന്ന ഉടൻ തന്നെ ഈ കൊട്ട അപ്രത്യക്ഷമാവുന്നതാണ്. അതെ സോനു ചേട്ടാ, ചേട്ടൻ പറയുന്നത് എന്താണോ അത് ഞങ്ങൾ കേൾക്കും. നാളത്തേക്ക് കരുതലും ഉണ്ടാകും. അത് കഴിഞ്ഞ് എല്ലാ പക്ഷികളും കൊട്ടയിൽ നിന്ന് ഫലമെടുത്ത് കഴിക്കാൻ തുടങ്ങി. എല്ലാരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണത് കണ്ട് സോനു കാക്കയ്ക്ക് ഒരുപാട് സന്തോഷമായി.